ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ആർക്ക്? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി LDFും UDFും രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവേദിയിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. നോ വോട്ട് ഫോർ BJP ക്യാമ്പയിനും ഇരു സ്ഥാനാർത്ഥികളും ഏറ്റെടുത്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം ചിത്തിര തിരുനാൾ പാർക്കിൽ. ചൂലും തൊപ്പിയും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി പാർക്ക് വളഞ്ഞ് ആം ആദ്മി സംഘം. തിരക്കിനിടയിലും തിരുവനന്തപുരത്തെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾ വേദിയിലെത്തി. രണ്ടുപേരും എത്തിയത് രണ്ടു സമയത്ത്. പക്ഷേ ലക്ഷ്യമൊന്ന്. അപ്പൊ ഞാൻ ഒരിക്കലും കൂടി നിങ്ങളോട് പറയുന്നു, ഈ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം. അതിനിടയിലും ആപ്പിന് സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ വോട്ട് തങ്ങൾക്ക് നൽകണമെന്ന് കൂടി തരൂരിന്റെ അഭ്യർത്ഥന. BJPയെ എന്തായാലും നമ്മൾ തോൽപ്പിക്കണം. കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണി പാർട്ടികൾ എടുക്കണം. അതിലത്തെ UDF 20 സീറ്റും എടുക്കാൻ തയ്യാറാണ്. നമ്മൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ എത്തിയത് തരൂരിനേക്കാൾ താമസിച്ച. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പ്രഖ്യാപിച്ചൊരു കാലത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കാണ് അധികാരം? പിന്തുണയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എങ്ങും തൊടാതെയുള്ള സ്ഥാനാർത്ഥിയുടെ മറുപടി ഇങ്ങനെ: പറയുന്നത് ആര് എന്നതല്ല വിഷയം, പറയുന്നത് എന്ത് എന്നതാണ് പ്രധാനം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇരു സ്ഥാനാർത്ഥികളും നോ വോട്ട് ഫോർ BJP പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടി തിരികെ പോയപ്പോൾ BJPക്ക് വോട്ട് ചെയ്യണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന NDA സ്ഥാനാർത്ഥിയുടെ മറുപടി: നോ വോട്ട് ഫോർ മോദി, വോട്ട് ഫോർ മോദി, ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പ്രക്ഷോഭവും പൊതുസമ്മേളനവും പ്രതികരണങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോൾ മാരാർജി ഭവനിലേക്ക് ആം ആദ്മിയുടെ പ്രതിഷേധ മാർച്ച. പ്രതിഷേധം അതിരുവിട്ടപ്പോൾ അത് സംഘർഷമായി. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.